ട്രാക്കോ കേബിൾ കമ്പനിയിൽ നമ്മുടെ ഈ മുറ്റത്തുള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. ജോലി ചെയ്താൽ വേതനമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഉള്ള ജോലിയാണെങ്കിൽ കൂടുതൽ ഭാരം. ഒരുപാട് കൈക്കൂലിക്കാര് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഗവൺമെന്റ് ഒരു രീതിയിലും തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുന്നതിന് ന്യായമായ അവകാശങ്ങൾ, അതായത് ഈ ഗവൺമെന്റ് പോലും നമുക്ക് ഒരു രൂപ പോലും ഈ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തരാതെ 100 കോടി രൂപ നമ്മുടെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. 100 കോടി രൂപ നമ്മ അധ്വാനിച്ച പൈസ നമുക്ക് ആനുകൂല്യങ്ങൾ കറക്റ്റ് സമയത്ത് ലഭിക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നടത്തി കിട്ടുന്നില്ല. ESI ഇല്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് സംയുക്തമായി പലവട്ടം ജാഥ നടത്തുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഭരിക്കുന്ന ആ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു കാര്യം ഇവിടുത്തെ വ്യവസായങ്ങൾക്കോ അതുപോലെ തന്നെ തൊഴിലാളികൾക്കോ ന്യായമായ രീതിയിൽ IT മേഖലയിലെ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് ഈ അടുത്ത് ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. അതുപോലെ കേരളത്തിലെ ഒരുപാട് സംഭവങ്ങൾ തൊഴിലാളി മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്ക് ബുദ്ധിമുട്ട്, ന്യായമായ അവകാശങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോഴും നമ്മൾ പറയുന്നു 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. എന്തുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് അറിയാമല്ലോ ഇവര് ഒരു ദിവസം എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെന്നും അതനുസരിച്ചുള്ള വേതനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നും നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഈ രീതിയിൽ പോയാൽ ഈ വേതനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മുൻ തൊഴിലാളികൾ ഇപ്പോ നമ്മൾ ആ രീതിയിലേക്ക് വരേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നും ഈ വേതനമായിട്ട് പോലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ 10-70 ദിവസങ്ങൾ കഴിഞ്ഞു ആശാ വർക്കർമാർ കിടക്കുന്നു. സ്ത്രീകളാണ്. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗവൺമെന്റ് ഇതുവരെ അവരുടെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. നമ്മളും ഇവിടെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സമരം നടത്തി. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഈ ഗവൺമെന്റ് പരാജയമാണ്. ഈ ഗവൺമെന്റിന് വേണ്ടി ത്യാഗം ചെയ്ത തൊഴിലാളികൾ അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റ് സഹായിച്ചിട്ടില്ല. ഈ നല്ലൊരു ദിവസമായിട്ട് ഇതുപോലൊരു വിമർശനകരമായ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്, നടക്കാത്ത കാര്യമല്ല ഈ പറയുന്നത്. രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആണ് ഞാൻ ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളും ഇതിലെ പങ്കാളികളാണ്, നിങ്ങൾക്കും ഇത് അനുഭവമാണ്. അതുകൊണ്ടിട്ട് ഇനിയും നമ്മൾ ഇന്നത്തെ എൻ്റെ അഭിപ്രായത്തില് ഇന്നത്തെ ഈ തൊഴിലാളി ദിനം ഈ ഗവൺമെന്റിനുള്ള പ്രതിഷേധമായിട്ട് കണക്കാക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നമ്മുടെ ഈ മെയ് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ തൊഴിലാളികൾക്കും മെയ് ദിനാശംസകൾ നേർന്നുകൊണ്ടിട്ട് ഞാൻ ഈ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട STUവിന്റെ ജില്ലാ പ്രസിഡന്റ് കരീം പാടിത്തേക്കരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു.